എൻ്റെ പൊന്നു നുണേഷൻ സാറേ, നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? പറയാതിരിക്കാൻ വയ്യട്ടോ. നിങ്ങൾക്ക് ബെസ്റ്റ് അവാർഡ് തരണം. നിമിഷത്തിന് നിമിഷത്തിന് നുണകൾ വെച്ച് കൈമാറാൻ പറ്റുന്ന ഒരു സംഭവ ബഹുലമായ ഒരു കഴിവ് തന്നെയാണ് ഞങ്ങളുടെ സതീശൻ സാറിന്. അല്ല, നുണേശൻ സാറിന്. സതീശ് എന്ന പേര് മാറ്റി നുണേശൻ എന്ന് ഇടുന്നത് തന്നെയാണ് കൂടുതൽ ഉത്തമം. എന്നാലും നിങ്ങളെ പ്രശംസിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ആരിലെങ്കിലും എന്തെങ്കിലും കഴിവ് കണ്ടാൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അതാണല്ലോ ഒരു മനുഷ്യത്വം. ഞാനും അതേ ചെയ്യുന്നുള്ളൂ. ഓരോ ദിവസം പിന്നിടുമ്പോഴും നിങ്ങളുടെ ഈ നുണ പറയുന്ന കഴിവുണ്ടല്ലോ, അതിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റണില്ല ശരിക്കും. ഇനിയിപ്പോ നിങ്ങളുടെ കുറച്ച് പിൻഗാമികൾ വന്നിട്ട് ഇനിയിപ്പോ നമ്മുടെ UDFന്റെ കുറച്ച് സാരഥികൾ വന്നിട്ട് കമന്റ്സ് ഇടും, നിനക്ക് വേറെ പണിയില്ലേന്ന്. പണിയൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണ നമ്മുടെ സതീശൻ സാറിന്റെ ഈ കളവ് പറയുന്ന ആ ഒരു പ്രത്യേക കഴിവുണ്ടല്ലോ, അത് കാണുമ്പോൾ പ്രശംസിക്കാതിരിക്കാൻ പറ്റുന്നില്ല സാരഥികളെ. ശരിക്കും പ്രശംസിക്കാതിരിക്കാൻ പറ്റണില്ലെന്നേ. എങ്ങനെയാണ് ഒരാളുടെ കഴിവ് കണ്ടാൽ നമ്മൾ പ്രശംസിക്കണം. ശരിക്കും പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. അങ്ങരുടെ കഴിവ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും വരത്തില്ല. അതിന് ഏത് കൊലക്കമ്പം വന്നാലും ശരിയാണ്. ഇങ്ങനെ നിമിഷത്തിന് നുണ പറയാൻ കഴിവുള്ള ഒരു നേതാവിനെ നമുക്കിനി കിട്ടാനില്ല. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ 5 വർഷം തൊലഞ്ഞു ചാവാനുള്ള ഭാഗ്യം. എന്തൊക്കെ തള്ളുന്നത്. തള്ളിക്കൊണ്ട് അടുത്ത പ്രസ് മീറ്റിംഗ് വരുമ്പോഴോ അല്ലെങ്കിൽ അടുത്തൊരു ഏതെങ്കിലും ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അടുത്തത് പറഞ്ഞത് തന്നെ പുള്ളിക്കാരൻ മറന്നുപോയി വേറൊന്നെടുത്ത് പറയുക. കാരണം അതിലെന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലല്ലേ ഒരേപോലെ പോവുള്ളൂ കാര്യങ്ങൾ. പല സമയത്ത് പല കാര്യങ്ങളാണ് പറയണത്. അല്ലെങ്കിൽ ഇതാ ഈ വീഡിയോ നിങ്ങൾ എന്നെ കണ്ടു നോക്ക്. പുള്ളിക്കാരൻ പറയുന്നത് ഒന്ന്, എല്ലായിടത്തും അച്ചട്ടമായിട്ട് കൃത്യമായിട്ട് ഞങ്ങൾ അന്വേഷണത്തിന് വിധേയരാക്കിയിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ്, അതായത് നിമിഷങ്ങൾ അന്വേഷണത്തിന് പോയിട്ടിരിക്കുകയാണ്. ഭക്ഷണം, ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കറണ്ടിന്റെ കാര്യങ്ങൾ, വെള്ളത്തിന്റെ കാര്യങ്ങൾ, ടോയ്ലറ്റിന്റെ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് അന്വേഷിച്ച് അങ്ങ് പണ്ടാരടങ്ങി തീർക്കുക. പക്ഷെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ വാക്കും കൂടെ ഒന്ന് കേട്ടു നോക്കിയേ. എന്റെ പോക്കി സാറേ, പറയാതിരിക്കാൻ വയ്യ. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും പലയിടത്തും മോശം അവസ്ഥയുണ്ട്. ചിലയിടങ്ങളിൽ കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്, ചിലയിടങ്ങളിൽ അവശ്യ മരുന്നുകൾ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇന്നലെ രാത്രി വരെയും അങ്ങനത്തെ സിറ്റുവേഷൻ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ എല്ലാ ക്യാമ്പുകളിലും ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഭക്ഷണം കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടോ, ഒന്ന് ലൈറ്റ് ഇലക്ട്രിസിറ്റി അറേഞ്ച്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഉണ്ടോ, ടോയ്ലറ്റുകൾ കറക്റ്റായിട്ടുണ്ടോ, മെഡിസിൻസ് ഉണ്ടോ, ഡോക്ടർമാരുടെ ക്യാമ്പ് ഉണ്ടോ, അവർ രാവിലെയും വൈകുന്നേരവും അവിടെയുള്ള രോഗികളായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആളുകളെ പരിശോധിക്കുന്നുണ്ടോ. ഈ കൃത്യമായിട്ട് ഒരു പരാതി പത്രം, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഇന്നലെ ഒരു പരാതിയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. പക്കയായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവരെ നിരാശപ്പെടുത്തല്ലേ. അവർ പല ദിവസവും പലരും ഉറങ്ങിയിട്ട് പോലുമില്ല. ഒറ്റ ഒരു ടോയ്ലറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പം ഉപയോഗിക്കാനായിട്ട്. ആ ഒരു ഇത്രയും ആൾക്കാർ ഞങ്ങൾ അതിനകത്ത് കഴിയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ ഞാൻ ഇന്ന് ഈ സമയം വരെ ഈ ഡ്രസ്സിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതിന് സാധിച്ചിട്ടില്ല. കാരണം അതിനകത്ത് ഒന്നെങ്കിൽ വെള്ളം കാണത്തില്ല, പിന്നെ അതിനകത്ത് ആൾക്കാർ കയറി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്കാണ് ഇടാനുള്ള ഡ്രസ്സുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ, ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്, പ്രായം ചെന്ന ഈ തള്ളമാരൊക്കെ ഉണ്ട്. അവരെ കൊണ്ട് അവർക്കൊക്കെ ആണേലും ഒരു ഡ്രസ്സോ അല്ല ഒരു ഷീറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെയുള്ളത് കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ ഈ കടകളിലൊക്കെ പോയി മറ്റേ ഗാർഡ് ബോർഡ് പെട്ടികളൊക്കെ എടുത്തു തന്നെ ഇപ്പൊ ഇതിനകത്ത് കാണാം ഞങ്ങൾ കിടക്കുന്നുണ്ടോ, ഗാർഡ് ബോർഡ് വിരിച്ചാണ് ഭൂരിപക്ഷം ആൾക്കാർ കിടക്കുന്നത്. സാറ് ഇങ്ങനെ നോക്കിയാൽ വില്ലേജ് ഓഫീസർ നമുക്ക് ഭക്ഷണത്തിനുള്ള എല്ലാം കൊണ്ട് തരുന്നുണ്ട്. ഇന്നലെ തികയത്തൊന്നുമില്ല. പിന്നെ അതിലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇത് പെണ്ണുങ്ങൾക്കാണെ നൈറ്റ് ഇടാനില്ല, വീട്ടിലോട്ട് പോകാൻ വയ്യല്ലോ, ഷീറ്റില്ല, ബാത്റൂം സൗകര്യമില്ല. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ മെയിനായിട്ട് വേണ്ടിയത്. ഇവിടെ കൊണ്ടുവന്ന തുണിയെല്ലാം മുഷിഞ്ഞ് ഒന്ന് കുളിക്കാനും നനയ്ക്കാനും നിവൃത്തിയില്ല. എവിടെ ഞങ്ങൾക്ക് ബന്ധമുള്ളിടത്ത് പോകാമെന്ന് വന്നിട്ട് മോഹം ഇടത്തുമില്ല പോകാൻ. വെള്ളമല്ലേ പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എടുക്കാനും ഒന്നും ഇല്ലാതെ കണ്ട് ബുദ്ധിമുട്ടുക. ഞാൻ അവനോട് പറഞ്ഞെന്നാ
എവിടെങ്കിലും പോയി എന്ന് മാറിയിട്ട് കുളിച്ചുമൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കത്തില്ല, പോകണ്ടെന്ന് പറഞ്ഞു.